ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ബയോളജി മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബോട്ടണി ഭാഗമാണ്. ഈ ചോദ്യപേപ്പറിൽ ഇരട്ടി ചോദ്യങ്ങളുണ്ട്. 3 സെക്ഷനുകളിലായിട്ട് 30 മാർക്കിൻ്റെ ചോദ്യത്തിന് പകരം 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 30 മാർക്കിനുള്ള ഉത്തരങ്ങളെ എഴുതേണ്ടതുള്ളൂ. പരീക്ഷ എഴുതി തുടങ്ങുന്നതിന് മുമ്പുള്ള കൂൾ ഓഫ് ടൈം ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉത്തരങ്ങൾ മനസ്സിൽ അറേഞ്ച് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. അത് വളരെ നന്നായി ഉപയോഗിക്കുക. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. 1 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ ഉത്തരമെഴുതണം. 6 ചോദ്യങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കും. അതിൽ 3 എണ്ണത്തിന് ഉത്തരമെഴുതണം, 3 മാർക്ക്. രണ്ടാമത്തെ സെക്ഷനിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 മാർക്കിൻ്റെ 9 ചോദ്യങ്ങൾ ഉത്തരമെഴുതണം. ഇത്തവണ 18 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 9 എണ്ണം ഉത്തരമെഴുതണം, 18 മാർക്ക്. മൂന്നാമത്തെ ഭാഗത്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 3 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ ഉത്തരമെഴുതണം. ഇത്തവണ 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 3 എണ്ണം ഉത്തരമെഴുതണം. മൊത്തം 30 മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാകും. 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇരട്ടി ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഇൻ ഫഞ്ചൈ ഈസ് കോൾഡ് ഡാഷ്. ഫംഗസുകളിലെ ഹൈഫകളുടെ ശൃംഖലാജാലമാണ് ഡാഷ്. ആൻസർ മൈസീലിയം. ഫംഗസുകളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈഫകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് മൈസീലിയം. ക്വസ്റ്റ്യൻ നമ്പർ 2, നെയിം ദി പ്ലാന്റ് ഹോർമോൺ നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന സസ്യ ഹോർമോണിൻ്റെ പേരെഴുതുക. ആൻസർ അബ്സിസിക് ആസിഡ് ഓർ ABA. 5 പ്ലാന്റ് ഹോർമോണുകൾ ഉള്ളതിൽ ഒരെണ്ണമാണ് ABA. അത് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്. എയ്ഡ്സ് ഇൻ ഹ്യൂമൻ ബീയിങ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മനുഷ്യനിൽ എയ്ഡ്സ് ഉണ്ടാക്കുന്ന രോഗകാരി ഡാഷ് ആണ്. A ബാക്ടീരിയം, B ഫംഗസ്, C വൈറസ് ആൻഡ് D മൈക്കോപ്ലാസ്മ. ആൻസർ വൈറസ് ഈസ് കോസിങ് ദി എയ്ഡ്സ് ഡിസീസ്. HIV is the virus. Human immunovirus is the virus which is causing AIDS in human being. Question number 4, fill in the blank. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. Exchange of genetic materials between homologous chromosomes during Pachytene stage of meiosis 1 is called dash. ഊനഭംഗം 1-ലെ പാക്കിറ്റിൻ ഘട്ടത്തിൽ സമജാത ക്രോമസോമുകൾ ജനിതക വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ക്രോസിംഗ് ഓവർ. മിയോസിസ് 1-ൽ പാക്കിറ്റിൻ ഘട്ടത്തിൽ ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിലുള്ള ജനിതക വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനെ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, നെയിം ദി പിഗ്മെൻറ്റ് ദാറ്റ് ഗീവ്സ് പിങ്ക് കളർ ടു റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. പയറുവർഗത്തിലെ സസ്യങ്ങളുടെ വേരുകളിൽ കാണുന്ന പിങ്ക് നിറത്തിലുള്ള വർണ്ണവസ്തുവിൻ്റെ പേരെന്താണ്? ആൻസർ ലെഗ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ സ്കാവഞ്ചറായിട്ടുള്ള ലെഗ് ഹീമോഗ്ലോബിനാണ് റൂട്ട് നോഡ്യൂളുകളിലെ പിങ്ക് നിറത്തിന് കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫില്ലിംഗ് ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. In Rhizopora, certain roots grow vertically for breathing. Such roots are called dash. റൈസോഫോറ എന്ന സസ്യത്തിൽ ചില വേരുകൾ മുകളിലേക്ക് വളർന്ന് ശ്വസനത്തിന് സഹായിക്കുന്നു. അങ്ങനെയുള്ള വേരുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ they are called pneumatophores or breathing roots. റൈസോഫോറ എന്നത് കണ്ടൽ ചെടിയാണ്. കണ്ടൽ ചെടികളുടെ ചില വേരുകൾ
വെള്ളത്തിന് മുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് വളരുന്നു. ഇത്തരം റൂട്ടുകളാണ് ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂമാറ്റോഫോഴ്സിൽ നിറയെ സുഷിരങ്ങളുണ്ട്. അവയെ ന്യൂമാറ്റോതോട്സ് എന്ന് വിളിക്കുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ ഓക്സിജൻ ഈ റൂട്ടുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. ഇത് സെക്ഷൻ 2. ഇവിടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 9 ഉത്തരം എഴുതണം. അതായത് 18 മാർക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 24. ഈച്ച് ക്യാരീസ് 2 scores. അതിനു വേണ്ടി 18 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇരട്ടി ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 7. കംപ്ലീറ്റ് ദി ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. ശരിയായ പദങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തീകരിക്കുക. 4 കോളങ്ങൾ തന്നിട്ടുണ്ട്. കോളം 1 ക്ലാസ്, 2 കോമൺ നെയിം, 3 മേജർ പിഗ്മെൻറ്റ്സ്, 4 സ്റ്റോർഡ് ഫുഡ്. ക്ലാസസ്: ക്ലോറോഫൈസിയെ ഡാഷ് എ, മേജർ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ ബി, stored food dash, that is B. Then second row classes dash C, common name brown algae, major pigments chlorophyll A, C, fucoxanthin, stored food mannitol and laminarin. Row number 3 Rhodophyceae red algae, chlorophyll A, D and dash. Then the stored food Floridian starch. Answer: Chlorophyceae, first row, Chlorophyceae is having the common name green algae. Its stored food is starch. Second row, brown algae യുടെ സയൻറ്റിഫിക് നെയിമാണ് എഴുതേണ്ടത്. ക്ലാസ് ഫിയോഫൈസിയെ. അവിടെ മറ്റു കാര്യങ്ങളൊന്നും ലേബിൾ ചെയ്യാനില്ല. ദെൻ റോഡോഫൈസിയയുടെ റെഡ് ആൽഗയുടെ chlorophyll A, D and phycoerythrin is the pigment which is present in the red algae. That is so. In the answer, A green alga, B starch, C Phaeophyceae and D phycoerythrin. Question number 8. Write any 2 anatomical differences between stem and root of angiosperms. സപുഷ്പികളുടെ കാണ്ഡവും വേരും തമ്മിൽ ആന്തരിക ഘടനയിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ: വാസ്കുലർ ബണ്ടിൽസ് ആർ റേഡിയൽ ഇൻ റൂട്ട്സ് ബട്ട് കൺജോയിൻഡ് ഇൻ സ്റ്റെം. സൈലം ഈസ് എക്സാർക്ക് ഇൻ റൂട്ട്സ് ബട്ട് എൻഡാർക്ക് ഇൻ സ്റ്റെം. അതല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ് absent in roots but present in stem. Root hair present in root but absent in stem. Trichomes absent in roots but present in stem. Cuticle absent in root but present in stem. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. Question number 9. Write the differences between spring wood and autumn wood. Spring woodും ഓട്ടം വുഡും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. സ്പ്രിംഗ് വുഡും ഓട്ടം തമ്മിൽ 2 വ്യത്യാസമെങ്കിലും എഴുതണം. അപ്പോഴാണ് 2 മാർക്ക് ലഭിക്കുക. സ്പ്രിംഗ് വുഡിൻ്റെ ക്യാരക്ടേഴ്സ് ഓട്ടം വുഡിൻ്റെയും ക്യാരക്ടേഴ്സ് കോളം വൈസായിട്ട് എഴുതിയിരിക്കുന്നു. ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ എഴുതുക. സ്പ്രിംഗ് വുഡ് cambial ring is very active and produces a large number of ciliary elements, that is vessels, trachea, xylem fibers and xylem parenchyma. In autumn wood, this wood is formed during winter season. Cambium is less active and as a result fewer ciliary elements are formed. In spring wood, the vessels are produced with the wider lumens. Lumen എന്ന് പറഞ്ഞാൽ ക്യാവിറ്റിയാണ്. വൈഡർ ക്യാവിറ്റി ഉള്ള സൈലം വെസൽസ് ആണ് സ്പ്രിംഗ് വുഡിലുണ്ടാവുക. ഇൻ ഓട്ടം വുഡ് ദി വെസൽസ് ഹാവ് നാരോ ലൂമൻ. വളരെ നേരിയ ട്യൂബുകളായിരിക്കും ഓട്ടം വുഡിലുണ്ടാവുക. ഇൻ സ്പ്രിംഗ് വുഡ് ദി വുഡ് ഫോംഡ് ഡ്യൂറിങ് ദിസ് സീസൺ ഈസ് ഓൾസോ കോൾഡ് ആസ് എയർലി വുഡ്. But in the case of autumn wood, it is referred as late wood. In the spring wood is
ലൈറ്റർ ഇൻ കളർ ആൻഡ് ഹാസ് എ ലോവർ ഡെൻസിറ്റി. കട്ടി കുറവായിരിക്കും. ഓട്ടം വുഡ് ഈസ് ഡാർക്കർ ഇൻ കളർ ആൻഡ് ഹാസ് എ ഹയർ ഡെൻസിറ്റി. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 10. എ. വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം? ഏത് സസ്യങ്ങളാണ് സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത്? ബി. ഗിവ് റീസൺ. കാരണം എഴുതുക. ആൻസർ: ദി ബ്രയോഫൈറ്റ്സ് ആർ ദി ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ബ്രയോഫൈറ്റുകളെയാണ് പ്ലാന്റ് കിങ്ഡത്തിലെ ഉഭയജീവികൾ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ ലീവ് ഓൺ ലാൻഡ് ബട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ലൈംഗിക പ്രത്യുത്പാദന സമയത്ത് വെള്ളത്തിൻ്റെ സഹായത്തോടെയാണ് അത് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇവയെ ആംഫീബിയൻസ് ഇൻ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11. Xylem is a conducting tissue seen in higher plants. Write the names of 4 elements of xylem. ഉയർന്ന തരം സസ്യങ്ങളിൽ കാണപ്പെടുന്ന സംവഹന കലകളാണ് സൈലം. സൈലത്തിൽ കാണപ്പെടുന്ന 4 ഘടകങ്ങളുടെ പേരെഴുതുക. ആൻസർ: the 4 types of cells present in the xylem tissue are tracheids, vessels, xylem parenchyma and xylem fibers. 4 പോയിൻ്റ് എഴുതിയാൽ 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 12. Phyllotaxy is the pattern of arrangement of leaves on the stem of branch. Write the names of any 2 types of phyllotaxy. കാണ്ഡത്തിലോ ശാഖകളിലോ ഉള്ള ഇലകളുടെ ക്രമീകരണമാണ് ഫിലോടാക്സി. ഏതെങ്കിലും 2 ഫിലോടാക്സിയുടെ പേരെഴുതുക. ആൻസർ: നമുക്കറിയാം 3 തരം ഫിലോടാക്സികളാണ് ഉള്ളത്. ദേ ആർ ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി, ഓപ്പോസിറ്റ് ഫിലോടാക്സി ആൻഡ് വേൾഡ് ഫിലോടാക്സി. ഇതിൽ ഏതെങ്കിലും 2 വാക്കുകൾ എഴുതിയാൽ അതായത് 2 തരം ഫിലോടാക്സികളുടെ പേരെഴുതിയാൽ 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13. എ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കൾസൺ? സിംഗറും നിക്കൾസണും ആവിഷ്കരിച്ച കോശസ്തരത്തിൻ്റെ മാതൃകയുടെ പേരെന്ത്? ബി. റൈറ്റ് എനി 1 ഫങ്ഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. കോശസ്തരത്തിൻ്റെ ഏതെങ്കിലും ഒരു ധർമ്മം എഴുതുക. ആൻസർ: എ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കൾസൺ. ബി. ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദി മെംബ്രെയിൻ, ഓർ പാസീവ് ട്രാൻസ്പോർട്ട്, ഓർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓർ ഫോർ സെൽ ഗ്രോത്ത്, or for the formation of intercellular junctions, or secretion, endocytosis, or cell division. ഇതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാൽ സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷനായി 1 പോയിൻ്റ് എഴുതിയാൽ 1 മാർക്ക്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന് 1 മാർക്ക്. അങ്ങനെ മൊത്തം 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. എ. ഡിഫൈൻ ഇംബൈബിഷൻ. ആപാനം എന്താണെന്ന് നിർവചിക്കുക. ബി. റൈറ്റ് 1 ബെനിഫിറ്റ് ഓഫ് ഇംബൈബിഷൻ ടു പ്ലാന്റ്സ്. ബി. ആപാനം കൊണ്ട് സസ്യങ്ങൾക്കുള്ള 1 ഗുണം എഴുതുക. ആൻസർ: ഇംബൈബിഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ when water is absorbed by solids or colloids, causing them to increase in volume. That is, the absorption of water molecules by hydrocolloids is known as imbibition function. It helps in seed germination or absorption of water by plants or root hair or seeds. ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാൽ 1 മാർക്ക്. മൊത്തം 2 മാർക്ക്. Question number 15. A. Write the name of the stage of mitosis in the given figure. ചിത്രത്തിൽ തന്നിരിക്കുന്ന ക്രമഭംഗത്തിൻ്റെ ഘട്ടത്തിൻ്റെ പേരെഴുതുക. ബി. റൈറ്റ് 1 മെയിൻ ഇവൻറ്റ് ഒക്കറിങ് ഇൻ ദിസ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രധാന പ്രവർത്തനം എഴുതുക. ആൻസർ: എ. അനാഫേസ്. താഴെ കൊടുത്തിരിക്കുന്ന പടത്തിൽ കാണുന്ന സ്റ്റേജ് അനാഫേസ് ആണ്. ആൻസർ ടു ബി പാർട്ട്: സെൻട്രോമിയേഴ്സ് സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. അതല്ലെങ്കിൽ ക്രോമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതുക. മൊത്തം 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16. റൈറ്റ് എനി 2 പർപ്പസസ് ഓഫ് ട്രാൻസ്പിറേഷൻ.
സസ്യസ്വേദനത്തിൻ്റെ 2 ഉദ്ദേശ്യങ്ങൾ എഴുതുക. ആൻസർ: ട്രാൻസ്പിറേഷനുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ എഴുതുക. ഇറ്റ് ക്രിയേറ്റ്സ് ട്രാൻസ്പിറേഷൻ പൂൾ ഫോർ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്ലാന്റ്. ഇറ്റ് സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. ഇറ്റ് ട്രാൻസ്പോർട്ട്സ് minerals from the soil to all parts of the plant. It cools leaf surfaces sometimes 10 to 15 degrees by evaporative cooling. It maintains the shape and structure of the plants by keeping cells turgid. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ 2 മാർക്സ്. Question number 17. Write any 2 differences between cyclic and non-cyclic photophosphorylation. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ 2 കോളങ്ങളായി കൊടുത്തിരിക്കുന്നു. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോ. അണ്ടർ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇറ്റ് occurs at stroma lamella, but non-cyclic photophosphorylation occur at grana. Cyclic photophosphorylation it is having only PS1. Only PS1 is functional. But in non-cyclic photophosphorylation, both PS1 and PS2 are functional. In cyclic photophosphorylation, absence of NADP reductase. In non-cyclic photophosphorylation, presence of NADP reductase. Cyclic photophosphorylation results in synthesis of ATP only. But in non-cyclic photophosphorylation, production of ATP and NADPH2 occur. Under cyclic photophosphorylation, electron flow is cyclic, but non-cyclic photophosphorylation, electron flow is non-cyclic. ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ വീതം എഴുതുക. 2 മാർക്സ്. Question number 18. A. Identify and write the name of cell organelle given in the figure. ചിത്രത്തിൽ തന്നിരിക്കുന്ന കോശാംഗത്തിനെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ബി. ലേബൽ ദി പാർട്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. എ ബി എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ആൻസർ: എ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ പടമാണ് തന്നിരിക്കുന്നത്. ലേബലിംഗ് ബി. എ ഈസ് മാട്രിക്സ്, ബി ഈസ് ക്രിസ്റ്റ. 2 സെറ്റ് പോയിൻറ്റ്സും കറക്റ്റാണെങ്കിൽ 2 മാർക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 19. എ. Write the name of 2 phases of photosynthesis. പ്രകാശ സംശ്ലേഷണത്തിലെ 2 ഘട്ടങ്ങളുടെ പേരെഴുതുക. ബി. Which are the sites of these phases in chloroplast? ഹരിതകണത്തിൽ ഇവ നടക്കുന്നത് എവിടെയാണ്? ആൻസർ: എ. The 2 phases are light reaction and dark reaction. And answer to the B part: light reaction is occurring in granum or grana and dark reaction is occurring in stroma. 2 കറക്റ്റാണെങ്കിൽ 2 മാർക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 20. എ. റൈറ്റ് ദി നെയിം ഓഫ് ദി ഗ്രോത്ത് കർവ് സീൻ ഇൻ ദി ഗിവൺ ഫിഗർ. ചിത്രത്തിൽ കാണുന്ന ഗ്രോത്ത് കർവിൻ്റെ പേരെഴുതുക. ബി. റൈറ്റ് ദി നെയിം ഓഫ് ഫേസസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. എ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഘട്ടങ്ങളുടെ പേരെഴുതുക. ആൻസർ: എ ഈസ് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ഓർ S-shaped curve. Answer to B part: A is lag phase, B is stationary phase. Question number 21. Match the following. ചേരുംപടി ചേർക്കുക. Column 1 cell organelle, column B function. A. Lysosomes, B. Golgi apparatus, C. Endoplasmic reticulum, D. vacuoles. In column B, lipid synthesis, store excretory products, store hydrolytic enzymes and packaging of materials. Answer: A. Lysosomes is for storing hydrolytic enzymes. B. Golgi apparatus is for packaging of materials. C. Endoplasmic reticulum is having lipid synthesis. And D. vacuoles are for the storing of excretory products. Question number 22. A. What is fermentation? അവായു ശ്വസനം എന്നാൽ എന്ത്? ബി. Which are the main products produced as a result of fermentation in 1. Yeast and B. Mussels. ഇവയിൽ അവായു ശ്വസനത്തിലൂടെ ഉണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? 1. ഈസ്റ്റ്, 2. പേശി. ആൻസർ: ഫെർമെൻറ്റേഷൻ ഈസ്
the incomplete oxidation of glucose under anaerobic conditions? Answer to B part. 1. Carbon dioxide and ethanol in yeast and lactic acid in muscles. Question number 23. Observe the figure of Calvin cycle given below. താഴെ തന്നിരിക്കുന്ന കാൽവിൻ ചക്രത്തിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. എ. റൈറ്റ് ദി നെയിം ഓഫ് 3 മേജർ ഇവൻറ്റ്സ് മാർക്ക്ഡ് ആസ് എ, ബി ആൻഡ് സി. എ, ബി, സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 പ്രവർത്തനങ്ങളുടെ പേരെഴുതുക. ബി പാർട്ട്. ഫൈൻഡ് ഔട്ട് ദി നെയിം ഓഫ് ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഗിവൺ ഇൻ ദി ഫിഗർ. ഈ ചിത്രത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെ ആദ്യ സ്വീകർത്താവിൻ്റെ പേര് കണ്ടുപിടിച്ച് എഴുതുക. ആൻസർ എ, ബി, സി ലേബലിംഗ് ആണ് വേണ്ടത്. എ ഈസ് കാർബോക്സിലേഷൻ, ബി ഈസ് റിഡക്ഷൻ ആൻഡ് സി റീജനറേഷൻ. കാൽവിൻ സൈക്കിളിലെ പ്രധാനപ്പെട്ട 3 സ്റ്റേജുകളാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആൻസർ ടു ബി പാർട്ട്. ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഈസ് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് or RUBP. Question number 24. A. What is Cran's anatomy? Cran's anatomy എന്നാൽ എന്താണ്? B. Write 2 examples of plants exhibit Cran's anatomy. Cran's anatomy കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. Answer. Crans means wreath and is a reflection of the arrangement of bundle sheath cells in C4 plants. The bundle sheath cells may form several layers around the vascular bundles. They are characterized by having a large number of chloroplasts, thick walls, impervious to gaseous exchange, and no intercellular space. 2 ഉദാഹരണങ്ങൾ മെയ്സ് ആൻഡ് സോർഗം. അടുത്ത സെക്ഷൻ. Answer any 3 questions from 25 to 30. Each carries 3 scores. ബയോളജിയിലെ ബോട്ടണി ഭാഗത്തെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ഇവയാണ് എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ. ഈ ചോദ്യപേപ്പറിൽ 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. അങ്ങനെ 9 മാർക്ക് ഈ ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാം. Question number 25. Flowers are classified into 3 types based on the position of floral parts on thalamus. പുഷ്പഭാഗങ്ങൾ തലാമസിൽ ക്രമീകരിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് പുഷ്പങ്ങളെ 3ആയി വർഗീകരിച്ചിരിക്കുന്നു. എ. വിച്ച് ആർ ദേ? അവ ഏതൊക്കെയാണ്? ബി. റൈറ്റ് ദി പൊസിഷൻ ഓഫ് ഓവറി ഇൻ ഈച്ച് വൺ ഓഫ് ദം. ഓരോന്നിലെയും ഓവറിയുടെ സ്ഥാനം എഴുതുക. ആൻസർ എ. Hypogynous, perigynous and epigynous are the 3 types of flowers based on the position of the ovary. B. In hypogynous flower, ovary is superior. In perigynous flower, ovary is half inferior or half superior. And in epigynous flowers, ovary is inferior. മൊത്തം 3 മാർക്ക്. Question number 26. A. What is respiratory quotient? RQ. Respiratory quotient എന്നാൽ എന്താണ്? B. Write RQ of 1. Carbohydrate, 2. Fat. ഇവയുടെ RQ എഴുതുക. 1. Carbohydrate, 2. കൊഴുപ്പ്. Answer. A. The ratio of the volume of carbon dioxide evolved to the volume of oxygen consumed in respiration is known as RQ. Or RQ is equal to volume of carbon dioxide evolved divided by volume of oxygen consumed. Answer to B part. 1. RQ of carbohydrate is 1 and 2. RQ of fat is less than 1. Question number 27. The essentiality of an element to plants is determined by 3 criteria. Which are they? സസ്യങ്ങൾക്ക് ഒരു മൂലകത്തിൻ്റെ ആവശ്യകത 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ആൻസർ. ദി ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി ആർ: 1. The element must be absolutely necessary for supporting normal growth and reproduction. In the absence of the element, the plants do not complete their life cycle or
set the seeds. Criteria number 2, the requirements of the elements must be specific and do not replaceable by any other element. And criteria number 3, the element must be directly involved in the metabolism of the plant. 3 ക്രൈറ്റീരിയകൾ എഴുതിയാൽ 3 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. എ. നെയിം ദി പ്രോസസ് വിച്ച് ഈസ് കോമൺ ഫോർ എയറോബിക് ആൻഡ് അണയറോബിക് റെസ്പിറേഷൻ. വായുശ്വസനത്തിലും അവായുശ്വസനത്തിലും പൊതുവായുള്ള പ്രവർത്തനത്തിൻ്റെ പേരെഴുതുക. ബി. റൈറ്റ് ദി സൈറ്റ് ഓഫ് ദിസ് പ്രോസസ് ഇൻ ദി സെൽ. കോശത്തിനുള്ളിൽ ഈ പ്രവർത്തനം നടക്കുന്നത് എവിടെയാണ്? സി. റൈറ്റ് ദി നെയിം ഓഫ് ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രവർത്തനത്തിൻ്റെ അവസാനം ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ പേരെഴുതുക. ആൻസർ ടു എ പാർട്ട്. എ ഈസ് glycolysis. Glycolysis is a process which is common for aerobic and anaerobic respiration. The site of this glycolysis process is cytoplasm, and the end product of this process, the answer to C, is pyruvic acid. 3 പോയിൻറ്സും എഴുതിയാൽ 3 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഒബ്സർവ് ദി ഗിവൺ ഫിഗർ ഓഫ് സെൽ സൈക്കിൾ. ചിത്രത്തിൽ കാണുന്ന കോശചക്രം നിരീക്ഷിക്കുക. എ. റൈറ്റ് ദി നെയിം ഓഫ് ദി ഫേസസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. എ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഘട്ടങ്ങളുടെ പേരെഴുതുക. ബി. റൈറ്റ് 1 ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇൻ എ ആൻഡ് ബി. എ ബി ഇവയിൽ കാണുന്ന ഒരു പ്രധാന പ്രവർത്തനം എഴുതുക. ആൻസർ ടു ക്വസ്റ്റ്യൻ. എ. എസ് ഫേസ് and B. G2 phase. Answer to B part. In S phase, DNA replication occurs. In G2 phase, cell growth or synthesis of RNA and proteins occur. Points എല്ലാം എഴുതിയാൽ 3 മാർക്ക്. Question number 30. Write the name of plant hormone responsible for ripening of fruits. പഴങ്ങൾ പാകമാകുന്നതിന് കാരണമായ സസ്യ ഹോർമോണിൻ്റെ പേരെഴുതുക. ബി. റൈറ്റ് എനി 2 അതർ ഫങ്ഷൻസ് ഓഫ് ദിസ് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ മറ്റേതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക. ആൻസർ ടു എ. ദി പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ഈസ് എഥിലിൻ. ഫങ്ഷൻസ് ബി പാർട്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിങ്സ്. എഥിലിൻ ഈസ് കോസിങ് സ്വെല്ലിംഗ് ഓഫ് ദി ആക്സിസ്. ഇറ്റ് കോസസ് apical hook formation in dicot seedlings. It promotes senescence and abscission of plant organs. It enhances the rate of respiration during the ripening of fruits. It breaks seed and bud dormancy. It helps in the flowering of mango. It initiates germination in peanut seeds. It helps in sprouting of potato tubers. It is helping in flowering and synchronizing the fruit set in pineapples. Or it promotes internode or petiole elongation in deep water rice plants. It promotes root growth and root layer formation, and it stimulates female flowers in cucumbers. ഏതെങ്കിലും 2 ഫങ്ഷൻസ് എഴുതുക. 3 മാർക്ക്. താങ്ക് യു വെരി മച്ച്. Subscribe, like and share Raju's Science World for more videos.